പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ കോട്ടയത്ത് താഴക്കാത്തങ്ങാടിയിൽ മീനച്ചിലാറിന്റെ സമീപത്ത് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പോൾ നമ്മൾ കോട്ടയത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയത്തെ ADMന്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത വാർത്തയും ആ സംഭവം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, ആ അന്വേഷണം എന്നത് സംബന്ധിച്ച വാർത്തകൾ ഞങ്ങൾ നിരന്തരമായി സംപ്രേഷണം ചെയ്യുന്നു. ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, അതായത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിൽ റവന്യൂ മന്ത്രി കെ രാജൻ്റെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമായി. സംഭവത്തിൽ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കെ രാജൻ്റെ പ്രതികരണം നിരവധി തവണ തൃശ്ശൂരിൽ നിന്നാവട്ടെ തിരുവനന്തപുരത്തു നിന്നാവട്ടെ ന്യൂസ് 18 സംഘം തേടിയിരുന്നു. പക്ഷേ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ ശേഷവും താൻ ഒന്നും അറിഞ്ഞില്ല എന്ന നിലപാടാണ് മന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. കോട്ടയം ADM ജിനു പുന്നൂസ് നടത്തിയ അനധികൃത വാഹന ദുരുപയോഗവും ക്രമവിരുദ്ധ നടപടികളും ന്യൂസ് 18 പല ദിവസങ്ങളായി പുറത്തുവിട്ടിരുന്നു. എന്നാൽ വാർത്ത റവന്യൂ മന്ത്രി കെ രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തൃശൂരിൽ 2 തവണ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും മറുപടി ഉണ്ടായില്ല. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിനു പിന്നാലെ ജനുവരി 9 റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ പ്രതികരണം കാണുക. സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യേകമായ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. സർക്കാരിന്റെ മുമ്പിൽ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ പരിശോധന നടത്തുന്നതാണ്. ഞാൻ എൻ്റെ കാര്യമാണ് എൻ്റെ കാര്യവും റവന്യൂ വകുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ മുമ്പിൽ രേഖാമൂലം ഒരു പരാതി വന്നിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. വാർത്തകളും പരാതികളും ഉയർന്ന് അന്വേഷണം തന്നെ ആരംഭിച്ച ശേഷവും തന്റെ വകുപ്പിനുള്ളിലെ ഉന്നതയായ ഉദ്യോഗസ്ഥയുടെ നിയമവിരുദ്ധ നടപടികൾ മന്ത്രി അറിഞ്ഞില്ല. അതായത് വിഷയത്തിൽ ഒരു നടപടിയുമെടുക്കാതെ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ ADM ജിനു പുന്നൂസിന് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നർത്ഥം. ജിനു പുന്നൂസിനെതിരെ ദൃശ്യങ്ങളും രേഖകളും അടക്കം കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷമാണ് മന്ത്രി കെ രാജൻ മൗനത്തിലായി ADMനെ സംരക്ഷിച്ചത്. ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ഒക്കെ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പറ്റിച്ച ഒരു ഉദ്യോഗസ്ഥ അതേ പദവിയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാണ്. തെറ്റ് ചെയ്തവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് എനിക്കൊപ്പം ഉള്ളത്, G ശ്രീജിത്ത്. കോട്ടയത്ത് നിന്നും ശ്രീജിത്ത് ഈ വാർത്ത ചെയ്യുമ്പോൾ വലിയ കടമ്പകൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പിന്നീട് അതിൽ അന്വേഷണം നടന്നു. ഒടുവിൽ റവന്യൂ വകുപ്പും മന്ത്രിയും അടക്കം ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോയത്, അല്ലേ? നമ്മുടെ ഒരുപാട് ഈ ഒരു വാർത്ത വെറുതെ ഒരു ദിവസം കൊടുക്കുകയായിരുന്നല്ലോ, കുറെ അന്വേഷിച്ച് കൊടുത്തൊരു വാർത്തയാണ്. പക്ഷെ അപ്പോഴും പലരും ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഈ ജിനു പുന്നൂസ് എന്ന് പറയുന്ന ആൾ വെറും ഒരു ADM അല്ല, വളരെ ഉന്നതയാണ്. റവന്യൂ വകുപ്പിലെ തന്നെ ഒരു 4-5 പവർഫുൾ ഉദ്യോഗസ്ഥരുടെ പേരെടുത്താൽ അതിൽ ജിനു പുന്നൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആളുകൾ വിലയിരുത്തിയത്. നമുക്കും അത് പിന്നീട് മനസ്സിലായി. കാരണം റവന്യൂ മന്ത്രിയോട് നമ്മളൊരു ഏത് വിഷയം, ഇപ്പോൾ കോന്നി വിഷയമാണെങ്കിലും ഉണ്ടായപ്പോൾ ഉടൻ തന്നെ റവന്യൂ മന്ത്രി പലതവണ ബൈറ്റുകൾ തരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ റവന്യൂ മന്ത്രി ആദ്യം തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ചോദിച്ചു, പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ കോട്ടയത്ത് ജനുവരി ഏതാണ്ട് 9 മന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നു. അതിന് തൊട്ട് മുൻപ് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പക്ഷെ അപ്പോൾ ചോദിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ ഈ വിഷയമില്ല എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. ഒന്നുകൂടി ചോദിക്കുമ്പോൾ മന്ത്രി അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ റവന്യൂ വകുപ്പിന്റെ മുന്നിലും ഒന്നുമില്ല, പരാതി ഒന്നുമില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. പരാതിയുടെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥ നടത്തിയ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ദുരുപയോഗം നടത്തിയെന്ന വിഷയത്തിൽ ഒന്ന് ആർജവത്തോടെ പ്രതികരിക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല. അത് പരിശോധിക്കും എന്ന് പോലും മന്ത്രി, സാധാരണ മാധ്യമ വാർത്തകളിൽ ഇടപെടുന്ന ആളാണ്, പരിശോധിക്കുമെന്ന് പറയുന്ന ആളാണ്. പക്ഷെ അപ്പൊ തന്നെ നമുക്ക് മന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ സംശയം തോന്നിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ജില്ലാ കളക്ടറുടെ പേരിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുക്കാൻ ADM ജിനു പുന്നൂസിന് യാതൊരു മടിയുമില്ല എന്നുകൂടി കാണുമ്പോഴാണ് ഈ ജിനു പുന്നൂസിന്റെ ധൈര്യം മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്, മന്ത്രിയുടെ നിശബ്ദതയ്ക്ക് ഒക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് വായിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അതാണ് ശ്രീജിത്ത്, ഇന്ന് നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുമ്പോൾ, കാരണം ദിനപത്രങ്ങൾ അടക്കം മലയാളത്തിലെ മുഖ്യധാരയിലുള്ള പല പത്രങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞു, അല്ലേ? അതിന് മറ്റൊരു തലത്തിലേക്ക് പോയി സജിത്ത്. കാരണം ഇത് കളക്ടർ ADMനെതിരെ വരുന്ന പരാതിയിൽ ADM തന്നെ അന്വേഷിച്ചാൽ പോരല്ലോ, അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കണം എന്നുള്ളതാണ് ചട്ടം. അത് കളക്ടർ തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുകയും അത് നമ്മൾ ഇന്നലെ വാർത്ത നൽകുകയും ചെയ്തു.
പക്ഷേ ADM പറയുന്നത് ഞാൻ തന്നെ അന്വേഷിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഈ വാഹന ദുരുപയോഗം എന്നുള്ളൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ദുരുപയോഗം എന്നുള്ള ക്രമക്കേടല്ല. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കളക്ടറുടെ പേരിൽ പോലും റിപ്പോർട്ട് കൊടുക്കുക, സ്വന്തം പേരിൽ വരുന്ന അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില ചട്ടങ്ങളും പ്രവർത്തിക്കുന്ന ചില രീതികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഒരു തെറ്റായ വിവരം കൊടുക്കാൻ ഈ ADM കാരണമായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളക്ടർ അന്വേഷിച്ച് റിപ്പോർട്ട് തന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു തലം വർദ്ധിച്ചതോടെ മറ്റു മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടെ ആ വാർത്ത കൊടുത്തു. വരും ദിവസങ്ങളിലും അതിന്റെ തുടർച്ച ഉണ്ടാവും. തീർച്ചയായും അത് അങ്ങനെ നമുക്ക് നമ്മളതിന്റെ പിന്നാലെ നടന്നൊരു വാർത്തയാണ്. ആ വാർത്തയിൽ സത്യമുണ്ട് എന്ന് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിന്നോട്ട് പോകുക. തീർച്ചയായും എന്തായാലും ഈ വിഷയത്തിൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഇനിയും ഞങ്ങളൊപ്പം ഉണ്ടാവും. ശ്രീജിത്ത് ഉണ്ടാകും, ന്യൂസ് 18 ഉണ്ടാകും. എന്തായാലും പ്രഭാത കേരളം ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാത്യു തോമസ്, മാളവിക മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ആൽവിൻ ഹെൻറി സംവിധാനം ചെയ്ത ചിത്രമാണ് ക്രിസ്റ്റി. ചിത്രത്തിലെ നായക കഥാപാത്രമായ റോയി അവതരിപ്പിച്ച മാത്യു തോമസ് എന്ന പ്രഭാത കേരളം. മാത്യു തോമസ് പുതിയ കാലത്ത് ഉയർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് സിനിമകളിൽ കൂടി തന്റെ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പം മാത്യു തോമസ് ഈ സിനിമയുടെ വിശേഷങ്ങളൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ യാത്രകളും ഒക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ആര്യ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം.